ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസാഹ് വചനം 6. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തലൂ അൽ-യതാമാ ഹത്താ ഇദാ ബലഗൂ അൽ-നികാഹ ഫഇൻ ആനസ്തും മിൻഹും റുശ്ദൻ فأدفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم وأشهدوا عليهم وكفى بالله حسيبا. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അങ്ങനെ അവർക്ക് വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ അവരിൽ കാര്യബോധം കാണുന്ന പക്ഷം അവരുടെ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ അനാഥകൾ വലുതാകുമെന്ന് കണ്ട് അമിതമായും വൃദ്ധിപ്പെട്ടും അത് തിന്നു തീർക്കരുത്. ഇനി അനാഥയുടെ സംരക്ഷണമേൽക്കുന്ന വല്ലവനും കഴിവുള്ളവനാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാതെ മാന്യത പുലർത്തുകയാണ് വേണ്ടത്. വല്ലവനും ദരിദ്രനാണെങ്കിൽ മര്യാദ പ്രകാരം അയാൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ അവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെ സാക്ഷി നിർത്തേണ്ടതുമാണ്. കണക്ക് നോക്കുവാനായി അല്ലാഹു തന്നെ മതി.